ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നതാ ഞാൻ കുറച്ച് മെറ്റീരിയൽസുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഇതിനകത്ത് കുറച്ച് ഡാമേജുള്ള മെറ്റീരിയൽസും ഉണ്ട്, കൂടാതെ നല്ല മെറ്റീരിയൽസും വരുന്നുണ്ട്. നല്ലതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കുറച്ച് ഐറ്റംസ് ഇപ്പോൾ ജ്വല്ലറി മേക്കിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് ഇതിനകത്ത് വരുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ ചെയ്തേണ്ടിരുന്നതാണ്, ഇപ്പോൾ അത് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ റീസ്റ്റോക്ക് ചെയ്യാത്തത് കൊണ്ട് അതിങ്ങനെ വെറുതെ ഇവിടെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അതങ്ങനെ ഒന്ന് റേറ്റ് കുറച്ച് കൊടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് കൊണ്ട്, കൂടാതെ നമുക്ക് വന്ന മെറ്റീരിയൽസ് ചിലതൊക്കെ അങ്ങനെ ഡാമേജ് വരാറുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്കത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി പഠിക്കാനും കൂടാതെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ വേറെ വെച്ചാൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ഇല്ല, കുറച്ചേ ഉള്ളൂ. ഫസ്റ്റ് നിങ്ങൾ ക്യാഷ് പേ ചെയ്യുന്ന ആരാണോ അവർക്കായിരിക്കും മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത്. പിന്നെ വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് മെസ്സേജ് ചെയ്ത് ഓരോന്ന് ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് അയക്കാം. കോൾ ചെയ്യരുത്, വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് അയച്ചിട്ട് വീണ്ടും കാണാത്തത് കൊണ്ട് വീണ്ടും മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് എനിക്ക് കാണാൻ പറ്റില്ല. കാരണം അത് ഇടക്കോട്ട് കയറിപ്പോവും. എല്ലാത്തിലും ഞാൻ പറയുന്ന കാര്യമാണത്, ഇടക്കോട്ട് കയറിപ്പോവും. പിന്നുള്ള ആദ്യമേ വേറെ താഴെ കിടക്കുന്ന മെസ്സേജ് ആയിരിക്കും പിന്നീട് ഞാൻ നോക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനാണ് ഫസ്റ്റ് മെസ്സേജ് അയച്ചത്, എനിക്ക് കിട്ടിയില്ല എന്ന് പരാതി പറയരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഫസ്റ്റിലെ നിങ്ങൾ മെസ്സേജ് അയച്ചിടുക, അത് ഞാൻ റിപ്ലൈ തരുന്നത് വരെ അതങ്ങനെ അവിടെ കിടക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ തരാതിരിക്കില്ല. ഓക്കെ. പിന്നെ വേറെ കാര്യം, ഞാൻ നിങ്ങൾക്ക് ബില്ലിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ക്യാഷ് പേ ചെയ്യുവാണെങ്കിൽ നമ്മൾ സാധനം മാറ്റി വെക്കും. അതല്ല പിന്നീട് നിങ്ങൾ പിന്നത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണോ ക്യാഷ് ഫസ്റ്റ് പേ ചെയ്യുന്നത് അവർക്ക് നമ്മൾ സാധനം അയച്ചു കൊടുക്കും. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് കാണാം. ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് സിബ് കാണാം. ഇത് ലെങ്ത് ഉള്ള ടൈപ്പാണ് കേട്ടോ. ഇത് ഡാമേജ് പീസ് അല്ല കേട്ടോ, നമ്മൾ നേരത്തെ ചെയ്തിരുന്നതാണ്. ഇതിപ്പോൾ സിബ് ഇപ്പോൾ അങ്ങനെ നമുക്ക് അധികം അങ്ങനെ മൂവിങ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തില്ല. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും ലെങ്ത് ഉള്ള ടൈപ്പാണ്. നമുക്ക് ചുരിദാറിനൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പാണ് കേട്ടോ. ഇതിന് പിന്നെ വേറൊരു കാര്യം, കളർ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇത്രയാണ് ഉള്ളത്. അപ്പോൾ നമ്മളിത് 10 പീസായിട്ടേ കൊടുക്കത്തുള്ളൂ. ഒന്നോ രണ്ടോ പീസായിട്ട് കൊടുക്കില്ല, 10 പീസായിട്ടായിരിക്കും കൊടുക്കുന്നത്. 10 പീസിന് 25 രൂപയാണ് റേറ്റ് വരുന്നത്. ഓക്കെ. നിങ്ങൾക്കതൊരു 2 രൂപ ആ റേറ്റ് 2.5 രൂപയാണ് വരുന്നത് കേട്ടോ. ഒരു പീസിന് 2.5 രൂപ മാത്രമേ നിങ്ങൾ വരുന്നുള്ളൂ. ഷോപ്പിലാണെങ്കിൽ എന്തായാലും ഒരു 5 രൂപയിൽ മുകളിൽ കൊടുക്കണം. ഓക്കെ. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ സ്റ്റിച്ച് വാങ്ങിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. മെറ്റീരിയൽസിന് കംപ്ലയിൻറ്റ് ഉണ്ടായിട്ടല്ല, ഞാൻ പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താണെങ്കിലും നോക്കാം, ഒരു കംപ്ലയിൻറ്റും ഇതിനില്ല. ഓക്കെ. അപ്പോൾ കളർ സെലക്ട് ചെയ്യാൻ പറ്റില്ല. 10 പീസിന് 25 രൂപ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ചെറിയ സൈസാണ്, ചെറിയ സിബാണ് കേട്ടോ. ഈ ഒരു മോഡൽ സിബ് മാത്രമേ ഉള്ളൂ. ഇത് വരുന്നത് 18 രൂപയാണ്. 10 പീസിന് 18 രൂപ. അപ്പോൾ ഏകദേശം 1 രൂപ 80 പൈസയോളം നമുക്ക് ഒരു സിബിന് വരുന്നുള്ളൂ. 1 രൂപ 80 പൈസ. ഓക്കെ. 1-2 പീസായിട്ട് കിട്ടില്ല, 10 പീസായിട്ട്. ഓക്കെ. ചെറിയ പീസ് 10 പീസ് മുതൽ നിങ്ങൾക്ക് ഇത് എടുക്കാം. അപ്പോൾ ഇതിനും കളർ സെലക്ട് ചെയ്യാൻ പറ്റില്ല, ഇത്ര കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ക്രീം കളർ ഉണ്ടാവും, വൈറ്റ് ഉണ്ടാവും, ബ്ലാക്ക് ഇല്ല. ഞാൻ ഇതിനകത്ത് കാണിക്കുന്ന അത്രയും ഉണ്ടാവുള്ളൂ, ബ്ലാക്ക് കളറില്ല. ഇത് ബ്ലാക്ക് അല്ല കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് ഓയിൽ ക്യാനാണ്. ഇതുപോലത്തെ ചെറിയ ബോട്ടിലാണ്. ഇതിൻ്റെ MRP 25 രൂപയാണ് തോന്നുന്നു കിടക്കുന്നത് കേട്ടോ. MRP 25 ആണ്. അപ്പോൾ നമ്മളിതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് 10 രൂപയാണ് കേട്ടോ. ഒരു ബോട്ടിലിന് 10 രൂപയാണ് കേട്ടോ വരുന്നത്. അതും കുറച്ചേ ഉണ്ടാവുള്ളൂ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഒരു ബോട്ടിൽ 10 രൂപ. സ്ക്രീൻഷോട്ട് എടുക്കാം. പിന്നെ വരുന്നത് ഇലാസ്റ്റിക്കാണ്. ഇലാസ്റ്റിക് നമ്മൾ മാസ്കിന് യൂസ് ചെയ്യുന്ന ഇലാസ്റ്റിക്കാണിത്. വീതി കുറഞ്ഞതാണ് കേട്ടോ. എത്ര മീറ്റർ ഉണ്ടെന്ന് ഞാൻ നോക്കിയിട്ടില്ല, എന്തായാലും ഒരു 15 മീറ്ററിൽ കുറയാതെ ഉണ്ടാകും. അപ്പോൾ ഇതിന് വരുന്നത് 15 രൂപയായിരിക്കും കേട്ടോ. 15 മീറ്റർ ആണെങ്കിൽ തന്നെ 1 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ. ഒരു മീറ്ററിന് 1 രൂപ റേറ്റ് വരുന്നുള്ളൂ. ഇത് എന്തായാലും 15 മീറ്ററിൽ കുറയാതെ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 15 രൂപ.
ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. ഇത് ഒറ്റ പൈസയേ ഉള്ളൂ. ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. പിന്നെ ഇവിടുന്ന് കുറച്ച് ബ്ലാക്ക് ഉണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് 10 രൂപയാണ് കേട്ടോ. ഇത്രയും വരുന്നത് 10 രൂപയാണ്. കട്ടിങ് ഇല്ല, കട്ട് ചെയ്ത് കൊടുക്കില്ല. പിന്നെ ഇതുപോലത്തെ റിബണാണ്. ഇത് ഒരു റോളിന് 15 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. നല്ല റിബണാണ്. നമുക്ക് ഇത് 4 ഇഞ്ചാണ് കേട്ടോ വീതി വരുന്നത്. നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിലൊക്കെ വെക്കാനായിട്ട് നല്ലതാണിത്. 15 രൂപയാണ്. ഇത് നമ്മളിത് ഒഴിവാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പൊതുവേ നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം കട്ട് ചെയ്ത് കൊടുക്കുന്ന ഐറ്റംസ് കാരണം ഇതുപോലെ ഇങ്ങനെ കട്ടയായിട്ട് ഒരുപാട് അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് എടുക്കാറില്ല. അതുകൊണ്ടാണ് ഇത് അയച്ചു തരുന്നത്. അതുപോലെ തന്നെ ലേസ്, ഒരുപാട് ലേസ് ഉണ്ട്. നമ്മൾ നേരത്തെ നല്ലപോലെ ലേസിൻ്റെ ഇത് ചെയ്തിട്ടിരുന്നതാണ്. ഇപ്പോൾ അത് നമുക്ക് കുറച്ചിപ്പോൾ തിരക്കായതുകൊണ്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കാനും പിന്നെ അത് കെട്ടിവെക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിപ്പോൾ ലേസ് അങ്ങനെ പിന്നെ എടുക്കാറില്ല, സ്റ്റോക്ക് എടുക്കാറില്ല. അപ്പോൾ ഇപ്പോൾ കുറേ ലേസ് ബാലൻസ് ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പ്രത്യേകിച്ച് ഇടുന്നുണ്ട്. ഇതിനകത്ത് ഇടാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നടക്കില്ല. കാരണം ഇത് നിങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചാലേ പറ്റുള്ളൂ. റേറ്റും അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ലേസിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം കുറച്ചധികം ലേസും ഉണ്ട്. അതെല്ലാം കൂടി കാണിക്കുമ്പോഴത്തേക്ക് നല്ല ലെങ്ത് ആയി പോകും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇതിന് 15 രൂപയാണ്. റോള് വരുന്നത് കട്ട് ചെയ്ത് തരില്ല, ഒറ്റ ഇതായിട്ട് എടുക്കണം. അതേ ഇത്രയും നല്ല കട്ടിയുണ്ട് കേട്ടോ. ഇത്രയും ഉണ്ട്, നല്ല മീറ്റർ ഉണ്ടാകും. ഇതുപോലെ തന്നെ ഇത് വീതിയുള്ള ടൈപ്പാണ്. ഇത് 25 രൂപയാണ് കേട്ടോ വരുന്നത്. 1 ഇഞ്ചിൻ്റെയാണ്. ഒരുപാട് റോളുണ്ട്, ഇത്തിരി മീറ്റർ ഉണ്ടാവും. 25 ഇതും 25 രൂപയാണ് കേട്ടോ വരുന്നത്. ഞാൻ 50 രൂപയ്ക്കാണ് ഇത് കൊടുത്തുകൊണ്ടിരുന്നത്. കണ്ടോ, 50 രൂപയ്ക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന ഐറ്റമാണിത്. ഇപ്പോൾ 25 രൂപയാണ്. ഇത് ഡാമേജാണ്. ഡാമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കളർ മങ്ങിയിട്ടുണ്ട്. കളർ ചെറുതായിട്ടൊരു പോയ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് 10 രൂപയാണ് കേട്ടോ ഈ ഒരു റോള് വരുന്നത്. ഇത് സെറ്റ് വരുന്നത് 10 രൂപയാണ്. പിന്നെ വരുന്നത് നമ്മുടെ സ്ക്രഞ്ചീസിൻ്റെ കുറച്ച് ക്ലോത്താണ്. ഇത് ഓർഗൻസയാണ്. ഓർഗൻസ ക്ലോത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ മുമ്പ് കാണിച്ചുകൊണ്ട് ഇത്രയേ ഉള്ളൊരു പീസാണ്. ഒരു 5 സ്ക്രഞ്ചീസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു സൈസിലാണ് കേട്ടോ വരുന്നത്. അത് നമുക്ക് ഈ ഒരു പീസിന് വരുന്നത് 15 രൂപയാണ്. ഈ ഒരു പീസ് 15. അതുപോലെ തന്നെയാണ് അതിൻ്റെ 3 പീസേ വരുന്നുള്ളൂ. 15 രൂപയാണ് കേട്ടോ. ഒരു പീസിന് 15 രൂപ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ വെൽവെറ്റ് കുറച്ച് ഡാമേജ് ഉള്ളതാണ്. ഡാമേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇതുപോലെ കളറ്, പിന്നെ ചിലതിന് ചില കുഞ്ഞു കുഞ്ഞു ഹോളുകളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഡാമേജ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു കളറാണ്. ബ്ലാക്ക് കളർ. ചിലപ്പോൾ കഴുകിയാൽ പോകാമായിരിക്കും. കണ്ടോ, ഇതുപോലത്തെ നീളത്തിലെ ഈ ഒരു പീസാണ് കേട്ടോ വരുന്നത്. കണ്ടോ, ഇതുപോലെ ചെറിയ ചെറിയ ഡാമേജുകളാണ്. നിങ്ങൾക്ക് ഉണ്ടാക്കി പഠിക്കാനൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത് ഒരു പീസ് 20 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ചെറിയ ചെറിയ ഡാമേജുകളാണ് വരുന്നത്. ചിലതിന് ചെറിയ ഹോളുകൾ, കുഞ്ഞു കുഞ്ഞു ഹോളുകളുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചിലത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയാൻ പറ്റും. കാണുന്നില്ല, എന്തൊക്കെയോ ചെറിയ ചെറിയ ഡാമേജ് ഉള്ളതാണ്. അതാ സൈഡിലായിട്ടാണ് വരുന്നത്. ബ്ലാക്ക്, ഇതും ചെറിയ ഹോളുള്ളതാണ് കേട്ടോ. 20 രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത്. അത് കണ്ടോ, ഇവിടെ ചെറിയ ഹോള്. ഇതാ ഇവിടെ ഉണ്ട് ഹോള്. പിന്നെ വരുന്നത് ഇതുപോലത്തെ കമ്പിയാണ് കേട്ടോ. ഇതിൻ്റെ ഇത് പറയുന്നത് ചെറുതായിട്ട് ഇങ്ങനെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. നല്ലപോലെ കാണാൻ പറ്റുന്നില്ല. ഇതാ കണ്ടോ, ചില സ്ഥലങ്ങളിൽ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് തരുന്നത്. ഇതിന്
₹1 നമുക്ക് പ്രൈസ് വരുന്നത്. കാരണം തുരുമ്പുണ്ട്, നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എനിക്ക് ക്യാഷ് നല്ല ഇപ്പോൾ ഞാൻ സാധാരണ ₹5 ഇത് കൊടുക്കുന്നത്, ₹5 റേറ്റിൽ എനിക്കിത് വാങ്ങിക്കാം, നിങ്ങൾക്ക് തരാൻ പറ്റില്ല. അപ്പോൾ കാരണം വെച്ചാൽ ഇത് നമുക്ക് ചെയ്യുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മൾ ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒട്ടും കാണത്തില്ല, പുറത്തേക്ക് വരില്ല, വേറെ ഡാമേജ് കാര്യങ്ങളൊന്നും വരത്തില്ല. നമുക്ക് നമ്മൾ സാധാരണ നല്ല ഇത് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്കിത് വെച്ച് ചെയ്യാം. പക്ഷേ എനിക്കിത് നല്ല ആ റേറ്റ് കൊടുത്ത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഉപകാരമാവട്ടെ. കാരണം നിങ്ങൾക്ക് ഈ ബിഗിനേഴ്സിനാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനും ഒക്കെ ആയിട്ട് നല്ലതായിരിക്കും. അപ്പോൾ ₹1 മാത്രമേ ഇത് വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ കോപ്പർ കളറും വരുന്നുണ്ട് കേട്ടോ, അതും കുറച്ച് പീസ് ഇരിപ്പുണ്ട്. അതും ഇതുപോലെ തന്നെ കളറൊക്കെ മങ്ങിയതാണ്. നിങ്ങൾക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ, നിങ്ങൾക്ക് ഗ്ലിറ്റർ ട്യൂബിൽ കയറ്റാനൊക്കെ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതിന് ₹1 റേറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ സാറ്റിന് ഇതുപോലെ തന്നെ കണ്ടോ, ഇതുപോലെ ഡാമേജ്, പിന്നെ താഴത്ത് ഇതുപോലത്തത്, അങ്ങനെയുള്ള ഐറ്റംസാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് വരുന്നത് ₹5 കേട്ടോ, ഒരു പീസിന് ₹5 വരുന്നത്. കുറച്ച് പീസേ ഉള്ളൂ, ₹5. പിന്നെ വരുന്നത് ഫോം ഫ്ലവറാണ്. കണ്ടാൽ ഒരു പ്രശ്നവും തോന്നില്ല അല്ലേ? പക്ഷേ ഇതിൻ്റെ ഡാമേജ് ഞാൻ കാണിച്ചു തരാം. അത് കണ്ടില്ലേ, ഓരോ ഫ്ലവറിലും കുഞ്ഞു അതിങ്ങനെ പൊടിഞ്ഞു പോകുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, കണ്ടോ, അത് അങ്ങനെ പൊടിഞ്ഞു പോകുന്നതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ₹20 ഞാനിത് സാധാരണ സെയിൽ ചെയ്യുന്നത്. ഒരു ബഞ്ചിന് ₹20 കൊടുക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പകുതിയാക്കിയിട്ട് ₹10 ഒരു ബഞ്ചിന് വരുന്നത്. നമുക്ക് കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ, പുറത്ത് കൊടുക്കാൻ പറ്റില്ല, എന്നാൽ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കണ്ട. ഇതാണ് ഡാമേജ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെത് നമുക്ക് ഈ ഒരു കളർ വരുന്നുണ്ട്. ഇത് ഫുള്ള് നമുക്ക് ആ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്ന ഒരു പാക്കറ്റ് ഫുള്ള് അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ബ്ലൂവും ആ ഒരു ഡാമേജാണ് കേട്ടോ, കണ്ടോ, ചെറുതായിട്ട് അങ്ങനെ. അപ്പോൾ ഇത് ഒരു പാക്കറ്റ് ₹10. പിന്നെ വരുന്നത് പോളനാണ്. പോളനും ഞാൻ കൊടുക്കുന്നത് ₹10. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു വെള്ള പാട് പോലെ ഉണ്ട്. കണ്ടോ, ചില സ്ഥലങ്ങളിൽ ഒരു വെള്ളപ്പാടും കളറൊക്കെ ഇങ്ങനെ ഒരു നല്ല ഡാർക്ക് കളറല്ല. ഇതുകൊണ്ടാണ് നമുക്ക് നേരിട്ട് നല്ലപോലെ കാണുന്നുണ്ട്. അപ്പോൾ അതാണ്. ഇപ്പോൾ ഇതിനും ₹10, ഫോം ഫ്ലവറിനും ₹10. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് വരുന്നത് ഗ്ലിറ്റർ ഷീറ്റ്. ഇത്രയും ഉണ്ട് നമുക്ക്, ഉണ്ടോ. ഇത് ഫുള്ള് എനിക്ക് ഡാമേജ് വന്നതാണേ. ഇത്രയും കളേഴ്സേ ഉള്ളൂ, കൂടുതൽ വൈറ്റാണ്. ഞാൻ ക്രിസ്മസ് കിറ്റിന് വേണ്ടി എടുത്തിരുന്ന വൈറ്റുകളാണ്. പക്ഷെ ഒരുപാട് എനിക്ക് ഡാമേജ് വന്നു, ഒത്തിരി നഷ്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്ക് അതിൻ്റെ ഗിൽറ്റ് ഫുള്ള് പോകുന്ന ടൈപ്പാണ്, കണ്ടോ. ഇതാണ് കൂടുതൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ളത് കേട്ടോ. ഈ വൈറ്റിനാണ് കൂടുതൽ വരുന്നത്. സമയത്ത് നമുക്ക് റെഡൊക്കെ ആണെങ്കിൽ അത് വലിയ കുഴപ്പമില്ല കേട്ടോ, കണ്ടോ, അത് കുഴപ്പമുണ്ടാവില്ല. ഇത് നമ്മുടെ ഗ്ലൂ ഉള്ള ടൈപ്പാണ്. അതിന് ഇവിടെ ഇങ്ങനെ ഒരു ഡാമേജ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റെഡിനൊന്നും നമുക്ക് അങ്ങനെ അധികം പ്രശ്നം വരുന്നില്ല, ആ വൈറ്റിനെ അപേക്ഷിച്ച് അധികം ഇല്ല. പിന്നെ ഗ്രീന്. അപ്പോൾ ഇത് നമുക്ക് വരുന്നത് ₹25, 10 പീസിന് ₹25 കേട്ടോ. നമുക്ക് 10 പീസിൽ കുറച്ച് കിട്ടില്ല, 10 പീസായിട്ടേ കിട്ടുകയുള്ളൂ. ഓക്കെ, 10 പീസാണ് കേട്ടോ. 10 പീസിന് ₹25. അപ്പോൾ ₹5 നമുക്ക് ഒരെണ്ണത്തിന് വരുന്നുള്ളൂ. ഇത് പ്ലെയിനാണ്. പ്ലെയിൻ അധികം ഇല്ല, 1-2 പീസേ ഉള്ളൂ പ്ലെയിന്. ഓക്കെ, അപ്പോൾ റേറ്റ് പറഞ്ഞല്ലോ, അതാണ് റേറ്റ് വരുന്നത്. പിന്നെ അടുത്തത് ഇതാണ്. ഇത് ഡാമേജ് പീസല്ല കേട്ടോ, സൈസാണ് ഇത്. നമ്മൾ
നൈറ്റിയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് സൈസ് അനുസരിച്ച് അങ്ങനെ ബാക്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതിപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് ഒരു റോളിന് 2 രൂപയാണ് കേട്ടോ. ഈ ഒരു റോളിന് 2 രൂപ, എല്ലാത്തിനും സെയിം റേറ്റ് ആയിരിക്കും. പിന്നെ ഇതാ കുറച്ച് ഷുഗർ ബീഡ്സ് മിക്സ്ഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഞാൻ സാധാരണ ഒരു കളറിന്, ഇത് ഡാമേജ് പീസ് അല്ലാട്ടത്, കാരണം നമ്മളിതിങ്ങനെ തൂക്കിയിട്ട് ബാലൻസ് കുറച്ച് വരുന്നത് എല്ലാം കൂടെ ഒറ്റ ഇതായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഇതുപോലെ വേണം, ഇങ്ങനെ ചോദിക്കാറുണ്ട് അടുത്ത് എന്താണ് ഷുഗർ ബീഡ്സ്, കട്ട് ബീഡ്സ്, സ്വീക്കൻസ് അതൊക്കെ ഇതുപോലെ മിക്സ്ഡ് കളറായിട്ട് കൊടുക്കുന്നുണ്ടോയെന്ന്. നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരുമ്പോൾ മിക്സ്ഡ് ആക്കിയിട്ട് അങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് പീസ് കുറച്ചേ ഉള്ളൂ, ഒരു 3-4 പേർക്ക് അത്ര കൊടുക്കാനുണ്ടാവുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നമുക്ക് 20 ഗ്രാമിന് 10 രൂപ റേറ്റാണ് വരുന്നത്. ഷുഗർ ബീഡ്സ് 20 ഗ്രാം 10 രൂപ. പിന്നെ വരുന്ന ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ആണേ. ഇത്ര കുറച്ച് ഐറ്റംസേ ഉള്ളൂ. ഇത് ഡാമേജ് അല്ല കേട്ടോ, നല്ല പീസാണേ. ഇതെൻ്റെ കട്ടറാണ്. എണ്ണയൊക്കെ ഉണ്ട്, എണ്ണ ഇപ്പോഴും പോയിട്ടില്ല. കാരണം നമുക്കിത് വാങ്ങിക്കുമ്പോൾ തന്നെ എണ്ണ വെച്ചിട്ടാണ് കിട്ടുന്നത്. തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ അവർ തരുന്നത്. അപ്പോൾ ഇത് ഞാൻ 50 രൂപയ്ക്കാണ് ഒരു പീസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു പീസിന് 50 രൂപയ്ക്കാണ് കേട്ടോ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് 30 രൂപയാണ്, ഒരു പീസിന് 30 രൂപയാണ്. കട്ടറും ഉണ്ട്, പ്ലെയറും ഉണ്ട്. ഇതാണ് കേട്ടോ പ്ലെയർ വരുന്നത്. രണ്ടിന് 30 രൂപയാണ് കേട്ടോ ഒരു പീസ്. പിന്നെ വരുന്നതായത് കമ്മലിൻ്റെ കാർഡാണ്. ഒരു ഷീറ്റിനകത്ത് 3 പീസ് ഉണ്ടാകും. അതായത് ഞാൻ 3 രൂപയ്ക്കാണ് കൊടുത്തത്, ഒരു ഷീറ്റ് 3 രൂപയ്ക്കാണ് കൊടുത്തത്. ഇതിപ്പോൾ 1 രൂപയേ ഉള്ളൂ, ഒരു ഷീറ്റിന് 1 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇതുപോലത്തെ 3 പീസിന് 1 രൂപ. പിന്നെ അതാ കുറച്ച് ഐറ്റംസേ ഉള്ളൂ ഇതിനകത്ത്. ഇത് ഗിയർ ലോക്കാണ്. ഗിയർ ലോക്ക് ഇത് 5 ഗ്രാമിന് 22 രൂപയ്ക്കാണ് ഞാൻ കൊടുത്തിരുന്നത്. വെയിറ്റ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ്. 5 ഗ്രാം 25 രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 5 ഗ്രാമിന് 15 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. 5 ഗ്രാം 15 രൂപ. പിന്നെ അതാ ഇതുപോലത്തെ നമ്മൾ നെക്ലസിനൊക്കെ യൂസ് ചെയ്യുന്ന ചെയിനാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് 15 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. 15 രൂപയാണ് റേറ്റ് വരുന്നത്. എന്നാൽ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് 35 രൂപയ്ക്കാണ്. ഉണ്ടോ, 35-നാണ് ഞാൻ കൊടുത്തത്. ഇപ്പം പകുതി വില പോലും ആയിട്ടില്ല, ഇത് എടുത്തിട്ടില്ല. കാരണം നമ്മൾ ഇനി ഒരുപാട് വെച്ചിട്ടിരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് പോവും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതിന് മുന്നേ ആർക്കെങ്കിലും ഉപകാരമാവണമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം ഡാമേജ് ഒന്നും ഇല്ല, ഇപ്പം നല്ല കളർ തന്നെയാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പോൾ 15 രൂപ കേട്ടോ ഒരു പീസിന്. പിന്നെ വരുന്നത് നമ്മുടെ പാദസരത്തിൻ്റെ ചെയിനാണ്. ഇതുപോലത്തെ നമുക്കൊരു മാലയ്ക്ക് 15 രൂപ കേട്ടോ വരുന്നത്. ഒരു മാലയ്ക്ക് 15 രൂപ. ഓക്കെ, അപ്പോൾ അത് അത്രയേ ഉള്ളൂ. പിന്നെ ഇതുപോലത്തെ റിംഗ് ഉണ്ട്. ഇവിടെ വളയുടെ ബേസാണ് കേട്ടോ ഇത് 6x2x6 ഇത് റേറ്റ് വരുന്നത് 15 രൂപയാണ് കേട്ടോ. 4 പീസിന് 15 രൂപ. 4 പീസിനാണ് കേട്ടോ 15 വരുന്നത്. കുറച്ചേ ഉള്ളൂ. പിന്നെ ദാ ഇത് നമുക്ക് 10 രൂപയാണ് റേറ്റ് വരുന്നത്. 18-നാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്, 10 രൂപയാണ് ഇപ്പം. ഇതിൻ്റെ ഹുക്കിൽ ചെറുതായിട്ട് കളറ് പോയിട്ടുണ്ടേ. ഹുക്കിൽ അതെല്ലാത്തിൻ്റെയും പോയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബട്ടൺസാണ്. ഇത് വരുന്നത് ഇത് 20 പീസിന് 30 പീസിന് 10 രൂപയാണ് കേട്ടോ. 30 പീസ് 10 രൂപ.